ഒരു സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെച്ച ഒരു പുതിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു എനിക്ക്. യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും എനിക്കുമൊക്കെ. അച്ഛൻ്റെ നിന്നാണ് ആ യാത്രാപ്രാന്ത് എനിക്ക് കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ ശരി പോവാം പറഞ്ഞ് അച്ഛനെ ഞാൻ വാട്ടർ സ്കൂട്ടറിൽ കയറ്റിയിട്ടുണ്ട്. അത്ര കൂളൊന്നുമല്ല, എൻ്റെ അവസ്ഥ കണ്ട് പാവം തോന്നിയിട്ടാവാം ഒബ്ലൈജ് ചെയ്തത്. ഇവളെന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ഇവിടെ വന്നിട്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനല്ലല്ലോ. സോ അതുകൊണ്ടായിരിക്കണം. ഇത് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് കിട്ടുന്നൊരു കണ്ടന്റായിരിക്കും. അതിനോ ഈ അടുത്ത കാലം വരെ ആ പഴയ ഗ്രാമവും പുഴയും പാടങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു എൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനെയൊക്കെയായിരുന്നു. ലൊക്കേഷൻ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. പിന്നെ ഓവർനൈറ്റ് ആർട്ടിൻ്റെ ആൾക്കാർ പോയി ആ സെറ്റ് പൊളിച്ച് വേറൊരു സ്ഥലത്ത് സെറ്റ് ഇടുക, ഇങ്ങനെ ഒരുപാട് ക്രൈസിസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്ത്രീകൾക്കുള്ളൊരു കഴിവാണ്. ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ്. ബിക്കോസ് ഞാൻ കാണാത്ത പരിചയപ്പെടാത്തൊരു വ്യക്തിയാണ് കമലഹാസൻ. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് എഴുതാറ്. ഡാൻസാണ് എൻ്റെ മേഖല. അപ്പം അതിലത്തെ ഒരു സംഗതിയെക്കുറിച്ചൊരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പേസും ഇല്ല സ്പീഡും ഇല്ല. സോ സാഡ്. എന്തുവാടേ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ഇന്ന് മാഗ്നലൈനോടൊപ്പമുള്ളത് ദ ബിഗ്ഗസ്റ്റ് ആന്തോളജി സീരീസ് ആയ മനോരഥങ്ങളിലെ വിൽപ്പനയുടെ ഡയറക്ടർ ആയിട്ടുള്ള അശ്വതി മാം ആണ്. മാം, ഞാൻ അങ്ങനെ മനഃപൂർവ്വം തന്നെ വിളിച്ചതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എം ഡി സാറിൻ്റെ മകൾ അല്ലെങ്കിൽ നർത്തകി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വിൽപ്പന എന്നൊരു കഥ എൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. മാം പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് സംവിധാനം ഡിറക്ഷൻ എന്നുള്ളത്. പക്ഷേ അങ്ങനെ തോന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലേഡി ഡയറക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പ്ലേസിൽ മാം എന്തായാലും ഉണ്ടാവും. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? താങ്ക് യു ഫോർ ദോസ് കൈൻഡ് വേർഡ്സ്. പക്ഷേ ഞാനൊരു തുടക്കക്കാരി തന്നെയാണ്. ഒരു കുഞ്ഞു സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എത്രയോ ലെജൻഡറി ഡയറക്ടേഴ്സാണ് മനോരഥങ്ങളുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് നിൽക്കാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല, ആയിട്ടില്ല. ഞാൻ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് വളരെ ഐ എം ഷുവർ ഓഫ് ദാറ്റ്. പിന്നെ ദ ജേർണി വാസ് വെരി എക്സൈറ്റിംഗ്. പിന്നെ full of challenges, both as a woman as well as somebody who's new to the industry. ഒരു സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെച്ച ഒരു പുതിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു എനിക്ക്. ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസാണ് ഈ കഴിഞ്ഞ 4 വർഷത്തെ ഈ യാത്ര. ഒരുപാട് കാര്യങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം അവസാനിക്കുന്നില്ല. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലിറങ്ങി പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മൈ ടേക്ക് അവേ ഫ്രം ദിസ് പ്രോജക്റ്റ്. പക്ഷേ ഇറ്റ് ഹാസ് ബീൻ ആൻ എക്സൈറ്റിംഗ് ആൻഡ് ഫുൾഫില്ലിംഗ് ജേർണി. വിൽപ്പന മൂവി കണ്ടപ്പോൾ എനിക്ക് അതിൽ കാസ്റ്റിംഗ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അത് മധുമാം ആയിക്കോട്ടെ, ആസിഫ് അലി ആയിക്കോട്ടെ, പിന്നെ മധുമാമിൻ്റെ ഹസ്ബൻഡായിട്ട് വന്ന ക്യാരക്ടർ ആയിക്കോട്ടെ, അതിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും വളരെ ആഴത്തിലുള്ള എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എം പി സാറിൻ്റെ കഥാപാത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ആഴം കൃത്യമായിട്ട് കാസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു കാസ്റ്റിംഗ് പ്രക്രിയ എങ്ങനെയായിരുന്നു? സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ വന്നത് ആസിഫിൻ്റെ മുഖമാണ്, സുനിൽ എന്നുള്ള ക്യാരക്ടറിന്. അപ്പം ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹം ഓക്കെ ആവുകയാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറൊരാളേക്ക് പോകുന്നുള്ളൂ. എനിക്ക് അദ്ദേഹം ഓക്കെ ആവണേ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നടന്നു. ഹി വാസ് വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് വിൽപ്പന. പിന്നെ മധു മാമിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ മലയാളികളായിട്ടുള്ള 2-3 ആക്ടേഴ്സിനോട് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ അവർക്ക് പലർക്കും ആ ഏജ് ഒരു ഇഷ്യൂ ആയിരുന്നു. ഒരു 48, 49 ആ ഒരു ഏജിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അത് പലർക്കും അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ മലയാളത്തിന് പുറത്തുള്ള ആക്ട്രസസ്
ആരാണ് അതിന് പറ്റുക എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് ആദ്യം ഞാൻ അപ്രോച്ച് ചെയ്തത് കൊങ്കണ സെൻ ശർമ്മയാണ്. അവർ ആ സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലായിരുന്നു, അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അതിന് ശേഷം ഒരു തെലുങ്ക് പടത്തിൽ മധു മാം ഒരു ചെറിയ റോള് ചെയ്ത് കണ്ടു. പിന്നെ ഒരു തമിഴ് പടത്തിലും കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇവർ വീണ്ടും സിനിമകൾ ചെയ്യാൻ തുടങ്ങി, ഒരു നല്ല സമയമാണ്, മലയാളത്തിൽ വന്നിട്ട് കുറേ നാളായി, അപ്പോൾ എന്തുകൊണ്ട് ചോദിച്ചുകൂടാ. പിന്നെ ഹെർ ലുക്ക്, അവരുടെ ഏജ് ഒക്കെ ഇതിന് പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് മധുവിലേക്ക് എത്തുന്നത്. സത്യത്തിൽ ഷൂട്ടിന് മുന്നേ ഞങ്ങൾ 2 തവണ സൂമിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഷൂട്ടിൻ്റെ തലേന്നാണ് അവർ വരുന്നത് ലുക്കിനും ഒക്കെ. അതുവരെ ഞങ്ങൾ ആ 2 സൂം മീറ്റിങ്ങിൽ സംസാരിച്ചു. ഡയലോഗ്സൊക്കെ ഞാൻ വോയിസ് ആയിട്ട് ഇട്ട് കൊടുത്തു. അവർക്ക് മലയാളം അറിയില്ല. മധുവും വളരെയധികം സഹകരിച്ചു. പിന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അവർ ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അവരതിനെ ഭയങ്കര ഹോൾ ഹാർട്ടഡ്ലി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. പിന്നെ ഉജ്വൽ ചോപ്ര, അദ്ദേഹം ആണ് മധുവിൻ്റെ ഹസ്ബൻഡായിട്ട് ചെയ്തത്. ബോളിവുഡിൽ പേരുകേട്ട നടനാണ്, പ്രത്യേകിച്ചും OTTയിൽ വളരെ പേരുകേട്ടൊരു ആക്ടറാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ എനിക്കറിയില്ലായിരുന്നു, ഒറ്റ ദിവസത്തെ വർക്കാണ്, ഒരു സീനാണ്, വരുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ സ്ക്രീൻ പ്ലേയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അയച്ചു കൊടുത്തു, സ്റ്റോറിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അയച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം വായിച്ചിട്ടാണ് ഞാൻ ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കിഷ്ടമായി, ഒരു സീനാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അഗൈൻ ഇറ്റ് വാസ് എ ബിഗ് ബോണസ്. വിൽപ്പനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആ സിനിമയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആണെങ്കിലും ശ്രീജിത്ത് രവി ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലാഷേ ഉള്ളൂ, പക്ഷെ നമ്മുടെ മനസ്സിൽ നിൽക്കും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. അപ്പം അങ്ങനെ ഐ തിങ്ക് ഐ എം വെരി ലക്കി. അതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകമാണ് കറക്റ്റ് ആ കാസ്റ്റിംഗ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ചില പുതുമുഖങ്ങളും ഉണ്ട് ഇതിൽ, 3-4 പേര് പുതിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് പറ്റുന്നൊരു മുഖം, അല്ലെങ്കിൽ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതിന് ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമായിരുന്നു ഉള്ളിൽ ഉദ്ദേശം. കാസ്റ്റിംഗ് മുഴുവൻ മാം തന്നെയാണോ ഹാൻഡിൽ? അത് അത്രയും പെർഫെക്റ്റ് ആണ്. ഞാൻ ഓരോ കഥാപാത്രം എടുക്കുമ്പോൾ ചെറിയ തമാശയായിരിക്കും വരുന്നത്, ഒരു കുഞ്ഞു തമാശയായിരിക്കും, പക്ഷെ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ മധുമാമിൻ്റെ ആ ഒരു എന്താ പറയുക, മധുമാമിൻ്റെ ആ ഒരു ചെറിയ ചൈൽഡിഷ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബിഹേവിയറും, അതേപോലെ അതിന് ആസിഫ് അലി നമ്മൾ വേറെ രീതിയിലാണ് ഇതിനകത്ത് കാണുന്നത്. മധുമാമാണ് കുറച്ചും കൂടി ഒന്ന് സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്, പക്ഷെ ആസിഫ് അലി അതേപോലെ തന്നെ ഭയങ്കര കോമ്പിനേഷൻ സീൻസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ MT സാറിൻ്റെ കഥകളിൽ എപ്പോഴും ഒരു കറുത്ത ഹാസ്യം എന്നിങ്ങനെ കേൾക്കാറുണ്ട്. MT സാർ അങ്ങനെ അധികം ചിരിച്ച് കാണാറില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. MT സാറിൻ്റെ മകളാണ്, അപ്പം ഒരുപാട് വായനയിലൂടെയാണ് ഞാൻ MT സാറിനെ അറിഞ്ഞത്. അപ്പം മാം എങ്ങനെയാണ് MT സാറിന് കുറച്ചുകൂടി ആ ഒരു ഓർമ്മ, MT സാറായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓർമ്മ? ഈശ്വര, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരെണ്ണം പിക്ക് ചെയ്ത് പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന അച്ഛനായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷം? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴോ ആണ് ഒരു ലോങ് വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് പൊതുവേ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും എനിക്കുമൊക്കെ. അച്ഛൻ്റെ നിന്നാണ് ആ യാത്രാപ്രാന്തം എനിക്ക് കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ വളരെ കുഞ്ഞുനാളിൽ മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്ര പോയിട്ടുണ്ട് പല സ്ഥലത്തേക്കും. അപ്പോൾ ആ ഒരു യാത്ര ആ വർഷം നമ്മൾ തിരഞ്ഞെടുത്തത് തായ്ലൻഡായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും ഞങ്ങളുടെ മാത്രം ഒരു യാത്ര. അപ്പം ആ യാത്രയിൽ ഒരു ഗ്രൂപ്പ് ടൂറാണ്, അതായത് വേറെയും ഒരു 3-4 ഫാമിലീസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ട്രാവൽ ഏജൻസി മുഖേന ബുക്ക് ചെയ്യുമല്ലോ, അല്ലാതെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നൊന്നുമല്ല. അന്നൊക്കെ അതാണ്, ഇപ്പോൾ പല ട്രാവൽ ഏജൻസീസ് ദേ ഹാവ് ഗ്രൂപ്പ് ടൂർസ്. അപ്പോൾ ഒന്നിച്ച് ബസ്സിൽ പോവുക, സ്ഥലങ്ങൾ കാണുക, അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പട്ടായ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. പട്ടായ ഈസ് നോൺ ഫോർ ബീച്ച് സ്പോർട്സ്. അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലീസിലൊക്കെ
എല്ലായിടത്തും 2-3 കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ബീച്ച് സ്പോർട്സൊക്കെ ചെയ്യാൻ, വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞാനിതിങ്ങനെ നോക്കി നിൽക്കുക, എനിക്ക് ചെയ്യണം എന്നുകൊണ്ട് എനിക്ക് ആരും കൂട്ടില്ല. പിന്നെ എനിക്ക് അറിയാത്തൊരു ആളോട് പോയി ചോദിക്കാനുള്ളൊരു വിഷമമുണ്ട്. ഞാനിത് എന്താ ചെയ്യുക, എനിക്ക് വാട്ടർ സ്കൂട്ടറിലൊക്കെ കയറണം, സർഫിങ് ചെയ്യണം, പല ആഗ്രഹങ്ങളോട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അറിയാമല്ലോ ആ ഒരു പ്രായം അതാണല്ലോ. അപ്പോൾ ഞാൻ അവസാനം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് വാട്ടർ സ്കൂട്ടറിൽ പോകണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ ശരി പോവാം പറഞ്ഞ് അച്ഛനെ ഞാൻ വാട്ടർ സ്കൂട്ടറിൽ കയറ്റി. ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല, പക്ഷെ അതാണ് സത്യം. അപ്പോൾ അതൊരു എന്താ പറയുക, എനിക്ക് വേണ്ടി അച്ഛൻ വാട്ടർ സ്കൂട്ടറിലിരുന്നു. സത്യത്തില് MTയുടെ ഓരോ ആരാധകരും ഇത് കേൾക്കുമ്പോ അസൂയാണോ എന്താണ് ഫീൽ ചെയ്യാന്നറിയില്ല എനിക്ക്. അതൊരു മകൾക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജ് അല്ലേ. അത് ദൂരം അങ്ങ് പോയിട്ട് അതൊരു സാധനം ചെയ്യണം എന്ന് വലിയ ആഗ്രഹമായിട്ട് നിൽക്കുമ്പോൾ പിന്നെ വേറെ ഒരു നിവൃത്തിയില്ല, വേറെ ആരെയും കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഐ നീഡഡ് സംബഡി. സോ ആക്ച്വലി MT സാർ അത്രയും കൂളായിട്ടുള്ള ഒരു അച്ഛനാണോ? അത്ര കൂളൊന്നുമല്ല, പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് വളരെ കുറച്ച് സമയം അങ്ങനെ കിട്ടാറുള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമായിട്ടുള്ളത് അങ്ങനത്തെ സമയങ്ങൾ വളരെ അപൂർവമാണ്. അപ്പോൾ അച്ഛൻ വളരെ റിലാക്സ്ഡാണ് അങ്ങനത്തെ യാത്രകളിലൊക്കെ. ഞങ്ങൾ മാത്രം പോകുന്ന യാത്രകളിലൊക്കെ ഞാനെപ്പോഴും ശ്രദ്ധിച്ചു, ഈസ് വെരി റിലാക്സ്ഡ്. പിന്നെ അവിടെ അച്ഛൻ ആരെയും അറിയില്ല. സോ അങ്ങനത്തെ വേറെ സ്ട്രേഞ്ചേഴ്സ് വന്ന് സംസാരിക്കുമോ അങ്ങനെയൊന്നുമില്ല. സോ അത് നമ്മളുടെ മാത്രം സ്വകാര്യ നിമിഷങ്ങളാണ്. സോ ഐ തിങ്ക് ഹി വാസ് വെരി റിലാക്സ്ഡ്. ആൻഡ് എൻ്റെ അവസ്ഥ കണ്ട് പാവം തോന്നിയിട്ടാവാം ഒബ്ലൈജ് ചെയ്തത്. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ഇവിടെ വന്നിട്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനല്ലല്ലോ. സോ അതുകൊണ്ടായിരിക്കണം. ഇത് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് കിട്ടുന്നൊരു കണ്ടന്റ് ആയിരിക്കും. അപ്പം തന്നെ നമുക്ക് വിൽപ്പനയിലേക്ക് ഒന്ന് തിരിച്ചു തരാം. വിൽപ്പന എന്നുള്ള ഒരു ടൈറ്റിൽ ഭയങ്കര ട്രിക്കി നെയിമാണ്. ഈ വിൽപ്പന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ സോൾഡ് ഔട്ട് ആയി പോകുന്നു എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഇന്നത്തെ സ്ത്രീകൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കുമോ നമ്മുടെ വിൽപ്പനയിലത്തെ ആ ഒരു ക്യാരക്ടർ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഗീത പാരേഖിൻ്റെ അവർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് വളരെ സ്പെസിഫിക്കായി പറയുന്നത് ഈ 2024 കാലഘട്ടത്തിലും നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന വിവാഹിതരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് ഗീത പാരേഖിൻ്റെ. സോ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ 1988-89 ആ കഥയുടെ സെറ്റിംഗ് എങ്കിൽ കൂടിയും ആ ക്യാരക്ടറുമായിട്ട് ഇന്നത്തെ ഓരോ സ്ത്രീക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MT സാറിൻ്റെ കഥകൾ ഞാൻ വായിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഞാൻ വായിച്ചു തുടങ്ങുന്നത് ഒരു 10ാം ക്ലാസ് ആ ഒരു കാലഘട്ടത്തിൻ്റെ എൻ്റെ ടീച്ചേഴ്സിന് ഞാൻ നന്ദി പറയണം. ടീച്ചേഴ്സാണ് എനിക്ക് MT സാറിനെ കുറച്ചും കൂടി പരിചയപ്പെടുത്തി തന്നത്. അപ്പം ആ കഥകൾ വായിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ഓരോ കഥാപാത്രങ്ങളും വായിച്ചു പോകുന്നു എന്നായിരുന്നു. പിന്നീട് എൻ്റെ ലൈഫിൽ അങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഞാൻ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ കേൾക്കാറുണ്ട്, MT സാറിൻ്റെ കഥകളെല്ലാം ഒരു ജീവാംശമുള്ള ഒരു കഥകളാണ്, റിയൽ ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. അങ്ങനെ ഏതെങ്കിലും റിയൽ ക്യാരക്ടേഴ്സ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതായിട്ട് അറിയൂ? കുറച്ച് പേരൊക്കെ ഉണ്ട്, അത് പറയാൻ പറ്റില്ല. പക്ഷേ അച്ഛൻ്റെ നാട്ടിൽ കൂടല്ലൂർ എന്നുള്ള ഗ്രാമത്തിൽ അവിടെ കുറേ പേരെക്കുറിച്ച് അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതിലിപ്പോൾ ആരും ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതല്ലാതെ ഈ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അച്ഛൻ എഴുതിയ കഥകളിൽ കുറച്ച് പേരെങ്കിലും എനിക്കറിയുന്നവരുണ്ട്. നമ്മൾ നെയിം പറയാൻ പറ്റില്ല, അത് പേര് പറയാൻ പറ്റില്ല. MT സാറിൻ്റെ കഥയിലുള്ള കണ്ണാന്തുടിപ്പൂവും അതേപോലെ തന്നെ പുഴയും കുളങ്ങളും ഇതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. MT സാറിൻ്റെ കൂടെ ഒരു നിമിഷം ഒന്ന് ഒന്നും ചോദിക്കേണ്ട, ജസ്റ്റ് അദ്ദേഹത്തിൽ നിന്ന് കണ്ടിരുന്നാൽ മതി. എനിക്ക് അങ്ങനത്തെ ആ ഒരു നിമിഷം C5ൻ്റെ ആ ഒരു ലോഞ്ചിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ട്രെയിലർ ലോഞ്ചിന്. അപ്പം സാറിനൊന്ന് കാണാൻ പറ്റിയാൽ മതി എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സാറിൻ്റെ മകൾ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യം, എനിക്ക് ആ ഒരു മൊമെൻറ്റ്. മാമിൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ് MT സാറിൻ്റെ ഒപ്പം? ഈ കഥകളിൽ ഏതെങ്കിലും കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി MT സാറിൻ്റെ ഒപ്പം പോയിട്ടുണ്ടോ? അച്ഛൻ്റെ ഗ്രാമം കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ചെറുപ്പം മുതലേ പോകുന്ന ആളാണ്.
ഞങ്ങൾ കോഴിക്കോടാണ് താമസമെങ്കിലും ഓണം, വിഷു, പ്രത്യേകിച്ച് ഓണം, വിഷുവിന് എത്തിയില്ലെങ്കിൽ എന്തായാലും ഓണത്തിന് ഞങ്ങൾ നാട്ടിലെത്തും. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ വല്യച്ഛൻ ആണ് തറവാട് വീട്ടിലുണ്ടാകും, മൂത്ത ബ്രദർ. വല്യച്ഛൻ്റെ അവിടെ ഓണത്തിന് എത്തുക. വിഷുക്കാലത്താണെങ്കിൽ വല്യച്ഛൻ അന്നത്തെ ₹1 നാണയമാണ് എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുക. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ താന്നിക്കുന്നിനും മുകളിൽ പോവുക. അവിടുന്ന് ദൂരെ ഭാരതപ്പുഴയും റെയിൽപാളമൊക്കെ കാണാം ഏറ്റവും മുകളിൽ. അവിടെ അച്ഛൻ്റെ കസിൻ സിസ്റ്ററുണ്ട്, അവരുടെ വീട്ടിൽ പോവുക. അച്ഛൻ്റെ ചെറിയമ്മയുടെ മക്കളുണ്ട്, അവരുടെ വീട്ടിൽ പോവുക. അപ്പോൾ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ മനസ്സിൽ ഈ അടുത്ത കാലം വരെ ആ പഴയ ഗ്രാമവും പുഴയും പാടങ്ങളും ഇതൊക്കെ തന്നെയാണ്. പാടത്തൂടി രാത്രി നടക്കുമ്പോൾ പേടിയാണ്, ഞണ്ട് വരും. ഇപ്പോൾ നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് നടക്കും, നീർക്കോലി ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കൊരു സങ്കടമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മകൻ വലുതാകുമ്പോഴേക്കും ഈ ഗ്രാമം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ എന്താ പറയുക, ആ ഗ്രാമം മാറി. ഇപ്പം പഴയ കൂടല്ലൂരല്ല. അപ്പോൾ എനിക്ക് അവനെ അതൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. MT സാറ് ഒരു അച്ഛനെന്നതിലുപരി മുത്തച്ഛൻ എന്നുള്ള രീതിയിൽ ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. കൊച്ചുമകനും MT സാറും തമ്മിലുള്ള ഒരു സംഭാഷണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കഥ എഴുതാൻ പാടില്ല, ഇവന് കഥ പറഞ്ഞു കൊടുക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ എങ്ങനെയാണ്? അവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണ്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളെക്കാളും അവർ കുറേയും കൂടെ കുട്ടികളാവുമ്പോൾ അവർക്ക് ഇൻഹിബിഷൻസ് ഒന്നുമില്ലല്ലോ. ഇപ്പം എനിക്ക് 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ അച്ഛൻ എന്നതിലുപരി ഒരു വലിയ സാഹിത്യകാരൻ എന്നുള്ളത് ആ ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്നേഹത്തോടൊപ്പം ബഹുമാനവും വരും അല്ലേ? അപ്പോൾ അതൊരു സംഗതി, ഒരു ഫാക്ടറാണ്. പക്ഷേ മാധവനെ സംബന്ധിച്ചിടത്തോളം അതില്ല. അവന് മുത്തശ്ശനാണ്. അവനിപ്പോഴും മേ ബി കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ടായിരിക്കണം അവൻ വളരെ കോൺഷ്യസ് ആവുന്നത് മുത്തശ്ശൻ ഇത്ര വലിയൊരാളാണെന്ന്. അതുവരെ അവന് മുത്തശ്ശൻ തന്നെയാണ്. അവൻ ചെറുപ്പത്തിൽ മേല് കയറിയിരിക്കും, മടി കയറിയിരിക്കും, അവർ തമ്മിൽ സംസാരിക്കും. ഇപ്പോഴും അതെ, പുസ്തകങ്ങളെ കുറിച്ചൊക്കെ അവന് വായനയുണ്ട് നല്ലോണം. അപ്പോൾ അവൻ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് അവൻ വന്ന് അച്ഛനോട് പറയും. അച്ഛൻ അതൊക്കെ വളരെ വിശദമായിട്ട് കേട്ടിരിക്കും. അച്ഛൻ എനിക്കൊന്ന് കുറേം കൂടി സംസാരിക്കാൻ തുടങ്ങിയത് അവൻ ഉണ്ടായതിന് ശേഷം. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അങ്ങോട്ട് സംസാരിക്കുമല്ലോ കുറേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മറുപടി പറയണ്ടേ. അപ്പോൾ അത് ആ ഒരു നാച്ചുറലി കുറച്ചൊന്ന് ലൂസൻ ആവുമല്ലോ. ഗ്രാൻഡ് ഫാദറൊക്കെ ആവും, ഗ്രാൻഡ് ചൈൽഡിനോടുള്ള ഒരു ബന്ധം, അത് നല്ല രസമാണ് അവർ തമ്മിൽ സംസാരിക്കണത് നോക്കിയിരിക്കാൻ. നമ്മളിത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെ നാട്ടിൽ പോയ കഥയൊക്കെ പറഞ്ഞപ്പോൾ ശിലാലിഖിതത്തിലെ നോ പ്രോബ്ലം. മാം ഈ ഒരു കഥയൊക്കെ പറഞ്ഞപ്പോൾ ശിലാലിഖിതത്തിലെ വിജു മേനോൻ മകൾക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കാണിച്ചു കൊടുത്ത് കഥകൾ പറയുന്നുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. സോ ഈ ഒരു 9 കഥകൾ, അതേപോലെ ഡയറക്ടേഴ്സ്, നമ്മുടെ 8 ലെജൻഡറി ഡയറക്ടേഴ്സാണ്, സിനിമോട്ടോഗ്രാഫേഴ്സ്, ആർട്ടിസ്റ്റുകൾ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഈ ഒരു മനോരഥങ്ങൾ റിലീസായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചലഞ്ച് എങ്ങനെയായിരുന്നു? ചലഞ്ചസ് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസത്തെ പ്ലാനിങ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങണം. ഷൂട്ട് തുടങ്ങുന്ന മുതൽ ചാലഞ്ചസാണ്. കോവിഡ് സമയമാണ്. അപ്പോൾ പലപ്പോഴും രാവിലെ നമ്മൾ ലൊക്കേഷനിലേക്ക് പുറപ്പെടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ തലേന്ന് രാത്രി 10 മണിക്കായിരിക്കും കലക്ടർ ഡിക്ലെയർ ചെയ്യുക ആ ലൊക്കേഷൻ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. പിന്നെ ഓവർനൈറ്റ് ആർട്ടിൻ്റെ ആൾക്കാർ പോയി ആ സെറ്റ് പൊളിച്ച് വേറൊരു സ്ഥലത്ത് സെറ്റ് ഇടുക. ഇങ്ങനെ ഒരുപാട് ക്രൈസിസ് ഉണ്ടായിരുന്നു. പിന്നെ ചില സിനിമകൾ കാനഡയിൽ പോകുന്ന സമയത്ത് നമുക്ക് വിസ കിട്ടാതെ ആയപ്പോൾ അത് നടക്കുമോ, ഷെർലക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുവരെ സംശയങ്ങളുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ പോകുമ്പോൾ അവിടെ ഇക്കണോമിക് ക്രൈസിസ് കൂടിയിട്ട് അവിടെ റയറ്റ്സും, ഞങ്ങൾ വന്നിറങ്ങുന്ന ദിവസം അവിടെ ചൈനയുടെ ഒരു ഷിപ്പ് ശ്രീലങ്കൻ ബോട്ടേഴ്സിൽ വന്നിട്ട് അവിടെ ഒരു വളരെ അതായത് യുദ്ധസമാനമായൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോവുമോ എന്നുള്ള, അങ്ങനെ ഒരുപാട് ക്രൈസിസ്. പിന്നെ മോർ ദാൻ എനിത്തിങ്
ടു മാനേജ് ഓൾ ദീസ് പീപ്പിൾ ആസ് യു സെഡ്. പീപ്പിൾ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പാഠമായിരുന്നു എനിക്ക് ഈ കഴിഞ്ഞ 4 വർഷം. എനിക്കെന്ന് മാത്രം പറയുന്നത് ശരിയല്ല, ഞാനെന്ന ഒരു വ്യക്തിയല്ല, എൻ്റെ ടീമാണിത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ സുധീർ അമ്പലപ്പാടുണ്ട്, പിന്നെ അതുകൂടാതെ ന്യൂസ് വാല്യൂവിൽ ഞങ്ങളുടെ ഒരു 6 മെയിൻ പില്ലേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. അരുൺ സുബ്രഹ്മണ്യം ഹു ഹാൻഡിൽസ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഈ 9 സിനിമയുടെയും പോസ്റ്റ് പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യൽ അത്രയും ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണ്, അല്ല. എഡിറ്റിങ്, അതിൻ്റെ പോസ്റ്റ്, അതിൻ്റെ ഗ്രേഡിങ്, അത് ഇത് ഓരോ കാര്യത്തിനും അരുണേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹമാണ് രാപകലില്ലാതെ എൻ്റെ കൂടെ നിന്നത്. ശരിക്കും ആ മനുഷ്യനോട് ഒരുപാട് കടപ്പാടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോളിങ്, ഓഡിറ്റിങ് അതൊക്കെ നോക്കുന്ന അനീസ്. പിന്നെ വി ഹാഡ് 2 ഗേൾസ് ഇൻ ആ ടീം. ഷൂട്ട് മുഴുവൻ അവർ ഉണ്ടായിരുന്നു, അലീഷ മൂസ ആൻഡ് ഗായത്രി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ടീമിൽ സ്ത്രീകളും വേണം എന്നുള്ളത്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ, ബിക്കോസ് ഐ ഫീൽ മോർ ആൻഡ് മോർ വിമൻ ഷുഡ് ഗെറ്റ് ഇൻ ടു ഏരിയാസ് ദാറ്റ് ദേ ഹവ് നോട്ട് വർക്ക്ഡ് ബിഫോർ. അപ്പം നല്ല മിടുക്കികളായ 2 പേര്. അലീഷ കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, അതുപോലെ ഗായത്രി കോൺട്രാക്ട്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഈ കണ്ട ആർട്ടിസ്റ്റിനെയൊക്കെ ഇവർ വിളിക്കുക, കോർഡിനേറ്റ് ചെയ്യുക, അവരുടെ ഷെഡ്യൂൾസ് കൃത്യമായിരിക്കും ഫോളോ അപ്പ്. അത് നമ്മുടെ സ്ത്രീകൾക്കുള്ള ഒരു കഴിവാണ്. ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ്, ബിക്കോസ് വി ഹാവ് എ സ്കിൽ ഇൻ മൾട്ടി ടാസ്കിങ്. നമ്മൾ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു പ്രാപ്തി എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണുള്ളത്. അപ്പോൾ ദാറ്റ് വേ ദീസ് 2 ഗേൾസ് വേ സോ ഹെൽപ്ഫുൾ ഫോർ ദ ഷൂട്ട്. അപ്പോൾ അപ്പോൾ ഞങ്ങളാണ് ഈ ടീം. അപ്പം ഞാനെന്നൊരു വ്യക്തിയല്ല, ഈ ഒരു ടീമാണ് മനോരഥങ്ങളുടെ ഈ ചാലഞ്ചസ് ഒക്കെയും നമുക്ക് തരണം ചെയ്യാൻ സഹായിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടീം മലയാളത്തിൽ തന്നിരിക്കുന്ന ഒരു ചരിത്ര സിനിമ തന്നെയാണ്. കാരണം താരപരിവേഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാവരും എംടിയുടെ കഥാപാത്രങ്ങളായിട്ട് ഒരു മലയാള സിനിമയിൽ വരാം, അല്ലെങ്കിൽ ഒരു ആന്തോളജി സീരീസിൽ എല്ലാവരും കൂടി കാണാമെന്ന് പറഞ്ഞത് ഇനി ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ അത്രയും അധികം ബ്ലെസ്ഫുൾ ആണ് മലയാളികൾ. അപ്പം അതിന് ഒരുപാട് താങ്ക്സ് ന്യൂസ് വാല്യൂവിൽ. ആൻഡ് ഒപ്പം തന്നെ ഈ ഒരു കഥ മുഴുവൻ നറേറ്റ് ചെയ്തത് കമലഹാസൻ സാറാണ്. അപ്പം അദ്ദേഹമായിട്ട് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇറ്റ് വാസ് മൈ ഫാൻ ഗേൾ മൊമെൻറ്റ്. പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു പക്ഷേ അതിനേക്കാളും എന്നുവെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലാൽ സറായാലും മമ്മൂക്കയായാലും ഇവരെയൊക്കെ ഞാൻ മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട്. മമ്മൂക്ക ഞാൻ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഫാമിലിയാണ്. അപ്പോൾ ഞാൻ പരിചയപ്പെടാത്തൊരു വ്യക്തിയാണ് കമലഹാസൻ. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴല്ല, ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് സിനിമ ഒരുപാട് കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എനിക്ക് അറിയുന്നൊരു ലാംഗ്വേജുമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടർ. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹം ഇതിൻ്റെ നരേഷൻ ചെയ്യാൻ സമ്മതിക്കും, എഗ്രി ചെയ്യും. ചെയ്തപ്പോൾ ഒരു ലോട്ടറി അടിച്ച ഫീലായിരുന്നു. പിന്നെ ഷൂട്ടിന് സെറ്റിൽ പോയി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുറേ ബൗൺസേഴ്സ് ഇങ്ങനെ വരുന്നു, അവരുടെ നടുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിങ്ങനെ അടുത്ത് വരുന്നു, എൻ്റെ തൊട്ടടുത്ത് വരുന്നു. എന്നിട്ട് എന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് നമസ്കാരം എന്ന് പറയുന്നു. ആരോ പറഞ്ഞു ഇങ്ങനെ എം ടി സാറിൻ്റെ മകൾ, നമസ്കാരം എന്ന് പറയും. ഞാനും തിരിഞ്ഞ് നമസ്കാരം. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരു എന്താ പറയുക, റിയൽ ഫാൻ ഗേൾ മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഷോട്ട് നടക്കുന്നു. ഷോട്ട് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. പുള്ളി ഉദ്ദേശിച്ച പ്രൊണൗൺസിയേഷൻ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് ഉണ്ടെന്നും പറയാൻ പറ്റുന്നില്ല, ഇല്ലയെന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതൊരു ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെൻറ്റ്. 2 ദിവസം ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സെറ്റിലുണ്ടാവാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യം. പിന്നെ ഞാൻ എഴുതിയ നരേഷൻ പോയിൻറ്റ്സ് അദ്ദേഹം പറഞ്ഞ് കേൾക്കുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിചാരിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ എഴുതുന്ന ഒരു വരി അദ്ദേഹം പറയും എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അത് സംഭവിച്ചു. ഗോഡ്സ് ഗ്രേസ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഒരു വലിയ സിനിമയാണ് മനോരഥങ്ങൾ. എനിക്ക് ആ ഒരു ആന്തോളജി സീരീസ് 9 ചെറുകഥകളെന്ന് പറയുമ്പോൾ പോലും അത്രയും ആർട്ടിസ്റ്റുകളും അത്രയും ടെക്നീഷ്യൻസുമാരും വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പം ഇതിൽ ആർട്ട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആ പഴയ കാലഘട്ടം അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ആർട്ട് ടീമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓരോ സിനിമയുടെയും ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ചാലഞ്ച് തന്നെയായിരുന്നു. എല്ലാവരും മലയാള സിനിമയിൽ നിന്ന് പേര് കേട്ട ആർട്ട് ഡയറക്ടേഴ്സാണ്. നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ ഹൗ ദേ ഡിസൈൻ ദ പ്രൊഡക്ഷൻ പലപ്പോഴും ഇൻഫാക്റ്റ് കടുകണ്ണാവയിൽ ഒരു റബ്ബർ മൂങ്ങയുണ്ട്. അപ്പോൾ ഈ റബ്ബർ മൂങ്ങ എന്നുള്ളത് കഥയിലുണ്ട്, അച്ഛൻ്റെ മനസ്സിലുണ്ട്. ഇതെങ്ങനെ വേണം, എങ്ങനെ ഉണ്ടാക്കണം, എത്ര വലുപ്പം വേണം എന്നുള്ളതൊക്കെ ആ ഒരു സിനിമയിൽ അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ റബ്ബർ മൂങ്ങ. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. പിന്നെ അതിൽ 1940s കാണിക്കുന്നുണ്ട്, 1947, 48 എന്നുള്ളൊരു പീരീഡ് ഉണ്ട്. അപ്പോൾ ഓരോ സിനിമയുടെയും പീരീഡിനനുസരിച്ചുള്ള കറക്റ്റ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, അത് ഐ തിങ്ക് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച് ടു ഓൾ ദി ആർട്ട് ഡയറക്ടേഴ്സ്. ആൻഡ് ഇങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഓരോരുത്തരും എനിക്കിപ്പോൾ ഞാൻ എന്താ പറയുക, ഒരാളുടെ പേര് പറഞ്ഞ് വേറൊരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് അന്യായമായിപ്പോവും. പക്ഷെ ഓരോ സിനിമയ്ക്കും നിങ്ങൾ ആ സിനിമകൾ കണ്ടാൽ അറിയാം എത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടാണ് ആ ആംബിയൻസ് അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ ആക്ച്വലി വെരി ഗ്രേറ്റ്ഫുൾ അത്രയും സമർപ്പണത്തോടെ അത് ചെയ്തതിൽ. അതേപോലെ ട്രാക്കുകൾ, മ്യൂസിക്, എനിക്ക് കാഴ്ചയിലത്തെ സിത്തുമനയുടെ ആ ഒരു സോങ് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഇങ്ങനെ കാതിൽ നിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, മ്യൂസിക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ്? 7 സിനിമകളിലാണ് പാട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രോജക്റ്റ് മ്യൂസിക്കലി വളരെ റിച്ചാണ്. ഇതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് ചിത്ര ചേച്ചിയാണ് പാടിയിട്ടുള്ളത്, ജയചന്ദ്രൻ സർ മ്യൂസിക്, റഫീഖ് അഹമ്മദിൻ്റെ ലിറിക്സ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ സിനിമ എടുത്ത് നോക്കുമ്പോഴും, ഇപ്പോൾ സന്തോഷേട്ടൻ്റെ സിനിമയിൽ 2-3 കുഞ്ഞു കുഞ്ഞു ഗാനങ്ങളാണ്. പക്ഷെ ആ കഥയുടെ യാത്രയ്ക്ക് അത് ആവശ്യമാണ്. അതുപോലെ ഓരോ കഥയിലും അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകൾ വളരെ മനോഹരമായിട്ട് വളരെ റിച്ചായിട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അഗൈൻ ദാറ്റ് ഇസ് അനദർ പ്ലസ് ഓഫ് മനോരഥ. ഞങ്ങൾക്ക് അത്രയും വലിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് തന്നേക്കുന്നത്. അപ്പം ഇനിയൊരു അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. ഡിയർ എം ടി എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അപ്പോൾ ഡിയർ എം ടിയിൽ എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ വളരെയധികം എന്താ പറയുക ആഴത്തിലുള്ള കഥാപാത്രങ്ങളാണ്. എന്തെങ്കിലും ഒരു കഥ വായിച്ചിട്ട് അച്ഛൻ ഈ കഥാപാത്രത്തോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ തോന്നിയൊരു കഥാപാത്രം ഉണ്ടോ? അയ്യോ, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എനിക്കെപ്പോഴും തോന്നുന്ന എല്ലാം വളരെ ലൈക്ക് ആസ് എ റൈറ്റർ ഐ ഫീൽ ഹീസ് എ ഹ്യൂമനിസ്റ്റ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. മനുഷ്യനാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ നമുക്കങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ വി ആർ ഏബിൾ ടു എംപത്തൈസ് വിത്ത് ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുട്ടിയെടുത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാമിന് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? അയ്യോ, അങ്ങനെ ഒരെണ്ണം എടുത്ത് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക്. ഒരെണ്ണമൊന്നും എനിക്കങ്ങനെ പറയാനേ പറ്റില്ല. ഒരുപാട് എണ്ണമുണ്ട് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഒരുപാട് കഥകളുണ്ട് ഇഷ്ടപ്പെട്ടത്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിപ്പോൾ സിനിമയാവട്ടെ, ഷോർട്ട് സ്റ്റോറി ആവട്ടെ, നോവൽസ് ആവട്ടെ, ഇതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ്. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. താങ്ക് യു. ആൻഡ് എം ടിയുടെ എഴുത്തിൻ്റെ ലോകം എങ്ങനെയാണ്? അത് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, സാർ എഴുതുന്നതും അതേപോലെ സാറിൻ്റെ വായന, അതേപോലെ സാറിൻ്റെ ഓരോ ഡെയിലി ആക്ടിവിറ്റീസും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ലോകം എങ്ങനെയാണെന്ന് അറിയാൻ ആസ് എ വായനക്കാരി എനിക്ക് ആഗ്രഹമുണ്ട്. എഴുത്ത് വളരെ സ്വകാര്യമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അപ്പം അച്ഛൻ്റെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് ആർക്കും പ്രവേശനമൊന്നുമില്ല. അച്ഛൻ പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് എഴുതാറ്. പണ്ടേ അങ്ങനെയാണ്. അപ്പം ആഴ്ചകളൊക്കെ മാറി നിന്നിട്ടാണ് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുക. വളരെ അപൂർവമായിട്ട് മദിരാശിയിൽ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും അടുത്ത് പോവുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. പിന്നെ വർക്കിനെ കുറിച്ച് ചർച്ചകളുമില്ല. പലപ്പോഴും സിനിമയായിട്ട് തിയേറ്ററിലാണ് ഞങ്ങൾ പോയി കാണാറ്. അതുവരെ നമുക്കതിൻ്റെ പ്രോസസ്സ് എന്താണെന്നോ
അതുപോലെ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷമേ നമ്മൾ കാണാറുള്ളൂ. അതൊരു വളരെ സ്വകാര്യമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ആ സ്വകാര്യത സൂക്ഷിക്കേണ്ടത് ഒരു എഴുത്തുകാരൻ്റെ ആവശ്യമാണ്. പിന്നെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുമ്പോൾ ഏതൊരാളെയും പോലെ ഒരു വളരെ ചിട്ടയായ ജീവിതം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതായത് ഇന്ന സമയത്ത് എഴുന്നേൽക്കുക. മുമ്പൊക്കെ നടക്കാൻ പോയിരുന്നു, ഇപ്പം പുറത്ത് നടക്കാൻ പോവാറില്ല. കോവിഡിന് മുന്നേ അത് ആ പുറത്ത് നടക്കാൻ പോകുന്ന ഒന്നാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ വഴിക്ക് കണ്ടമാനം വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വന്നു. നടക്കാനുള്ള വഴി കുറച്ച് പ്രശ്നമാണ്. അപ്പം ഇഷ്ടമില്ല അങ്ങനെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നടക്കാൻ ഇഷ്ടമില്ല. പക്ഷെ രാവിലെ നടക്കാൻ പോവും. പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം, പിന്നെ എന്താ പറയുക, പലപ്പോഴും മീറ്റിങ്സൊക്കെ ഉണ്ടാവും, പബ്ലിക് മീറ്റിങ്സൊക്കെ ഉണ്ടാവും, അതിന് പോവും. പിന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയമാണെങ്കിൽ വിസിറ്റേഴ്സിനെ സമ്മതിക്കാറില്ല. അല്ലാത്ത സമയമാകുമ്പോൾ ഒരുപാട് പേര് കാണാൻ വരും. അതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. അച്ഛൻ്റെ റൂട്ടീനിലോട് നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ആവും. ഇപ്പോൾ നർത്തകിയാണ്, അതേപോലെ ഡയറക്ടറായി. ഇനി മാമിൻ്റെ ഒരു വലിയൊരു പുസ്തകം ഞങ്ങൾക്ക് എപ്പോഴാണ് കാണാൻ കഴിയുക? അയ്യോ, വലിയൊരു പുസ്തകം എന്നൊന്നും പറയാനില്ല. ഡാൻസാണ് എൻ്റെ മേഖല. അപ്പം അതിലത്തെ ഒരു സംഗതിയെക്കുറിച്ചൊരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശമൊക്കെ എഴുതി കഴിഞ്ഞു. അതൊരു എന്താ പറയുക, റിസർച്ച് ബേസ്ഡ് ഒരു വർക്കാണ്. അതായിരിക്കും മിക്കവാറും ആദ്യം വരിക. പിന്നെ കഥകൾ 2-3 കഥകളെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ എഴുതുന്നത് എനിക്ക് എഴുതണം എന്നൊരു കമ്പൽഷൻ ഉണ്ടാകുമ്പോൾ മാത്രം എഴുതുന്ന ഒരാളല്ല. അല്ലാതെ ഞാനൊരു കഥ എഴുതണം എന്ന് പ്ലാൻ ചെയ്ത് എഴുതുന്നൊരു വ്യക്തിയല്ല. ചില ഇൻസിഡൻസ് നമ്മളെ തൊടുന്നു, നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. നമുക്കത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അതിനെ പുറന്തള്ളണമെങ്കിൽ അത് എഴുതിയേ പറ്റൂ എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അപ്പം അങ്ങനെ എഴുതിയ 2-3 കഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു 10 അതിൽ കൂടുതലോ കഥകൾ എഴുതി കഴിഞ്ഞാൽ അതൊരു പുസ്തകമായേക്കാം. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട്. അപ്പം ചെറുതായിട്ടൊന്ന് അഭിനയിച്ചു എന്ന് ഞങ്ങളിങ്ങനെ കേട്ടു. അയ്യോ, അത് ശ്യാം സാർ പറ്റിച്ച പണിയാണ്. എന്നുവെച്ചാൽ ഞാൻ അന്ന് നമുക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റ് 1-2 പേര് ആവശ്യമുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതന്ന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സീൻ പാർവതിയുടെ കൂടെ ചെയ്യേണ്ടി വന്നു. സാറ് ഞാൻ കുറേ ഒഴിവാവാൻ നോക്കി, പക്ഷേ സാറ് സമ്മതിച്ചില്ല. അവസാനം എന്നോട് പറഞ്ഞു, വേണ്ട, വേറെ ആരും വേണ്ട, അശ്വതി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ അന്ന് അമ്മയും ആ സിനിമയിലെ ഒരു ഭാഗമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ട് കഴിയുന്നവരെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. വളരെ ബൈ ചാൻസ്, ലൈക്ക് ഹൗ ഐ ഗോട്ട് ഇൻ ടു ഡിറക്ഷൻ, ക്വൈറ്റ് ബൈ ചാൻസ് ആണ് സംഭവിക്കുന്നത്. പക്ഷെ ചോലയിലെ വല്യമ്മ അത് ഗംഭീരമായിട്ടുണ്ട്. അതിനകത്ത് റീപ്ലേസ് ചെയ്യാനായിട്ടൊരു ക്യാരക്ടർ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അമ്മ. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അമ്മയോട് പറഞ്ഞു, അമ്മ നന്നായിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്നുള്ളത് നമ്മളൊക്കെ പറയും അമ്മയോട്. പിന്നെ എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. അമ്മയ്ക്ക് 76 വയസ്സായി. അപ്പം അങ്ങനെ ഒരാൾ സ്റ്റേജിൽ മാത്രം പെർഫോം ചെയ്ത് ശീലമുള്ള ഒരാൾ എങ്ങനെ ചെയ്യും? അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ. പ്രത്യേകിച്ച് പാർവതിയുടെ കൂടെയാണ് കോമ്പിനേഷൻ. പിന്നെ ലെങ്തി ഡയലോഗും ഉണ്ട്. അപ്പോൾ ഡയലോഗ്സൊക്കെ ഓർത്തെടുക്കാനെ കുറിച്ച് അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടിയും വലിയ പരിക്കുകളില്ലാതെ എനിക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അത് ഞാൻ ആഗ്രഹിച്ചു. ചോലയിലെ വല്യമ്മയെ പോലെ ഒരു വല്യമ്മ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നൊരു കഥാപാത്രം കൂടിയാണ്. മാം, നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല. മാമിന് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? മനോരഥങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. ZEE5 ഒരു പക്ഷേ ഇതുപോലൊരു സീരീസ് അല്ലെങ്കിൽ ഇതുപോലൊരു ആന്തോളജി ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം, നല്ലൊരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാവണം. എല്ലാവരും ദയവായി മനോരഥങ്ങൾ കാണുക, അതിനെ വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച് മാം.
ചെറുപ്പം മുതലേ കണ്ണാന്തളിപ്പൂവും അതേപോലെ MT യുടെ ലോഗവും ഒക്കെ മാറോട് അണച്ചിരുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു നിമിഷത്തിൽ നിന്ന് MT സാറിന്റെ മകൾ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയ ഈ ഒരു നിമിഷം അത്രയും മനോഹരമായിട്ടൊരു നിമിഷമാണ്. ഒപ്പം തന്നെ MT യുടെ ലോകമാണ് മനോരഥങ്ങൾ. അപ്പം എല്ലാവരും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.